ബാക്കിയുണ്ടാകുക. നന്മയുള്ള മക്കളാവൽ എപ്പോഴാണ്? ഇതേപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളാകുമ്പോ ഉമ്മമാരെ വെള്ളിയാഴ്ച രാവ് മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചിരുത്തുക. എന്നിട്ട് നിങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മാനെ കുറിച്ചൊന്ന് പറയാ. അവരാ ജീവിതകാലത്ത് അവരൊക്കെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളുടെ എന്തെങ്കിലും ഒരു കഥ പറയാ. ഇനി നമുക്ക് ഭക്ഷണം വേണ്ട, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്ന് നോമ്പ് തുറന്നത് എങ്ങനെയാണ്, അന്ന് വസ്ത്രം ധരിച്ചത് എങ്ങനെയാണ്, കല്യാണത്തിന് പോകുമ്പോൾ കുപ്പായ വായ്പ വാങ്ങിയത് എങ്ങനെയാണ്, ചെരുപ്പ് വായ്പ വാങ്ങിയത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വേദനയുടെ ഏതെങ്കിലും ഒരു കഥ ഉമ്മാന്റെ ജീവിതത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞു കൊടുത്തിട്ട്, ആ ഉമ്മൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്, അവരിന്ന് ഖബറിലാണ്, അവർക്ക് വേണ്ടി ഒരു യാസീനോദ നമ്മള് 7 മിനിറ്റ് ഉണ്ടായാലൊരു യാസീന് പൂർത്തിയാകും. ആ യാസീനോദി ആ ഉമ്മാന്റെ പേരിൽ ഹദിയ ചെയ്ത് അത് നമ്മളിൽ നിന്ന് നമ്മളെ കുട്ടി കണ്ടാൽ തീർച്ചയായും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ആ മകൻ അവന്റെ മക്കളെയും കൂട്ടിയിരുത്തി നമുക്ക് വേണ്ടി ഇതുപോലെ യാസീനോദുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ നാളെ ഒന്നും പ്രതീക്ഷിക്കണ്ട. നമ്മളിൽ നിന്ന് കിട്ടിയ പരിശീലനേ നമ്മളെ മക്കളിൽ ബാക്കിയുണ്ടാവൂ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതാത് പ്രായത്തിൽ നമ്മൾ പരിശീലിപ്പിക്കണം. വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോ മക്കളോട് വാപ്പ പറയണം, കുട്ടികളെ ജുമ കഴിഞ്ഞ് ഉടനെ ഓടരുതേ, ദിക്റും ദുആക്ക് കഴിഞ്ഞിട്ട് പുറത്ത് അവിടെ ഉണ്ടാവണം. എന്നിട്ട് ആ മക്കളെയും കൂട്ടി നമ്മൾ വാപ്പാന്റെ കബറും പുറത്തു ആ ഉമ്മാന്റെ കബറും പുറത്ത് ഇല്ലയാണ്. അവിടെ വാപ്പ ഇങ്ങനെ നിൽക്കുമ്പോ വാപ്പന്റെ കണ്ണിന്ന് വെള്ളം വരികയാണ്. വല്യാപ്പനെ കുറിച്ചൊന്നും അത്ര വേദനിക്കുന്ന ഓർമ്മ ആർക്കും ഉണ്ടാവില്ല, പേരക്കുട്ടിയൊക്കെ ഉണ്ടാവില്ല. നമ്മളെ സ്വന്തം വാപ്പാനെ കുറിച്ച് നമുക്കുള്ള ഓർമ്മകൾ നമ്മളെ മക്കൾക്ക് ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കണം. ആ സമയത്താണ് നമ്മളെ കുട്ടികൾക്ക് ഇത് വലിയൊരു ക്ലാസ്സാണ്. അവിടെ വെച്ച് നമ്മൾ വാപ്പക്ക് വേണ്ടി ദുആ ചെയ്ത് തിരിച്ചു പോന്നാൽ ഇനി നമ്മളും ഇതുപോലെ ഖബറടക്കപ്പെട്ടാൽ നമ്മളെ മക്കൾ നമ്മളെ ഖബറും പുറത്ത് വരുന്ന രംഗമുണ്ടാകും. അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട, നമ്മളിൽ നിന്ന് കിട്ടേണ്ട പരിശീലനങ്ങൾ നമ്മൾ തീർച്ചയായും അവർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള നല്ല നല്ല പരിശീലനങ്ങൾ അവർക്ക് ആ പ്രായത്തിൽ കൊടുക്കുക. അത് കഴിഞ്ഞാൽ 10 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായം അന്ത്യബാല്യമാണ്, ബാല്യകാലത്തിന്റെ അവസാന ഘട്ടം. അത് പെൺകുട്ടികളാണെങ്കിൽ ഏകദേശവും അവർക്ക് പ്രായപൂർത്തിയുടെ അടയാളമായ ഹൈലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആൺകുട്ടികളാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു 12-13 വയസ്സാകുമ്പോഴൊക്കെ അവരും പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളാണ് ഇന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൂപ്പത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ചെൻച്ച സമയം എന്നൊക്കെ ഒരു പ്രായത്തിന്റെ അതേമാതിരിയുള്ള ഒരു അവസ്ഥയാണ്. അവരൊക്കെ ശാരീരികമായി ചില മാറ്റങ്ങളൊക്കെ ഇങ്ങനെ കാണും. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർക്കിങ്ങനെ ചിലർക്ക് ശബ്ദം മാറാൻ തുടങ്ങും, ചില ആളുകൾക്ക് പിന്നെ മെൻസസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഇനി ഇവരോടുള്ള പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വേണം. നിബിതങ്ങളുടെ ഹദീസിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 7 വയസ്സായാൽ നിങ്ങൾ കുട്ടികളെ നിസ്കാരം പരിശീലിപ്പിക്കും. 10 വയസ്സായിട്ട് അവൻ സ്വയം നിസ്കരിക്കുന്നില്ലെങ്കിൽ ഓനെ ഒന്ന് ഭയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഹദീസിൽ ഒരു കാര്യം കൂടെ അവിടുന്ന് പറഞ്ഞു, 10 വയസ്സെത്തിക്കഴിഞ്ഞാൽ കിടപ്പറയിൽ നിങ്ങൾ ആ കുട്ടികളെ മാറ്റിക്കിടത്തണം. അതിന്റെ അർത്ഥം 10 വയസ്സായ മകളെ കൂടെ വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകനും ഉമ്മയും ഒരു ബെഡിൽ ഉറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകനെയും മകളെയും ഒരു പായയിൽ ഉറക്കാൻ പാടില്ല. അവിടെ മാറ്റിക്കിടത്തിക്കോളും. ജീവിതത്തിന്റെ ദുർബല നിമിഷം ആർക്കും സംഭവിക്കാം. സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരു അനാവശ്യമുണ്ടായാൽ ആ കുട്ടിക്ക് പിന്നെ എല്ലാവരോടും വെറുപ്പായി, മനുഷ്യ സമൂഹത്തോട് തന്നെ വെറുപ്പായി. ആരൊക്കെ വഴിതെറ്റിപ്പോയിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കറുത്ത ഏടുണ്ടാവും. അത് ആരാ സൂക്ഷിക്കണ്ടേ? നമ്മൾ രക്ഷിതാക്കളാ. ഇത് സ്വന്തം വാപ്പന്റെ അടുത്ത് കടത്താൻ പാടില്ല. 10 വയസ്സായ മകളെ, 10 വയസ്സായ മോനെ സ്വന്തം ഉമ്മാന്റെ അടുത്ത് കടത്താൻ പാടില്ല എന്നൊക്കെ അവനെ കുറച്ച് കൂടുതലാണോ നിങ്ങൾ കേൾക്കും. അല്ല, ഇന്നത്തെ അനുഭവങ്ങൾ അതാണ്.
ഇന്നുള്ള ഓരോരുത്തരെയും കുട്ടികളൊക്കെ ഇപ്പതാ സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ മനഃശാസ്ത്ര വിദഗ്ധർ ഇങ്ങനെ ചോദിക്കുക, 4 ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ അവരൊക്കെ എടുക്കെത്തുക സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് ആദ്യത്തെ തിക്താനുഭവം ഉണ്ടായെന്ന്. എന്നിട്ടല്ലേ എളാപ്പൻ്റെയും മൂത്താപ്പൻ്റെയും മക്കളെയൊക്കെ ബാക്കിൽ വിടല് അല്ലേ? നോമ്പറക്കാനും കല്യാണ രാത്രി കിടക്കാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുക്കല, ഒരേ റൂമിൽ ഒരേ പായൽ. പ്രായം നോക്കലില്ല, വയസ്സ് നോക്കലില്ല, ഒന്നും നോക്കലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരം പാഠങ്ങളെ നമ്മൾ അവഗണിച്ചാൽ നമ്മളെ കുടുംബത്തിന് വലിയ അബദ്ധമാവും. പിന്നീട് കൗമാരമാണ് കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. 13 വയസ്സ് മുതൽ അങ്ങോട്ട് പ്രായപൂർത്തി എത്തുന്നത് വരേക്കുമുള്ള സമയത്തെ കൗമാരകാലം എന്ന് പറയാം. ഇതിനെ സംബന്ധിച്ച് ഒരു കലികാലം എന്നാണ് സാധാരണ പറയാ, അല്ലെ? രണ്ടും കെട്ട കാലം എന്ന് പറയും. കുട്ടിത്തം വിട്ടിട്ടുമില്ല, ആ യുവത്വത്തിലേക്കിട്ട് എത്തിയിട്ടുമില്ല. വല്ലാത്തൊരു സമയം, പ്രായപൂർത്തിയോടടുത്ത സമയമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ഈ കുട്ടികളെ ചിന്തയിൽ വലിയ മാറ്റം ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. അത് ദൂഷ്യങ്ങളെന്നും പറയാം, അമിതമായാൽ, അല്ലെങ്കിൽ അത് മനുഷ്യൻ അല്ലാഹു തആല പ്രകൃതിപരമായ ആവശ്യത്തിന് തന്നതാണ്. അതിലൊന്ന് സൗന്ദര്യബോധം തുടങ്ങുന്ന സമയമാണ് ഈ കൗമാരം. സാധാരണ ഒരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെയുള്ള നിങ്ങളെ വീട്ടിലെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നിങ്ങൾ നോക്കി, അവർ മദ്രസയിൽ സ്കൂളിലൊന്നും പോകുമ്പോൾ വല്ലാതെ ഒരുങ്ങൂല. എന്നാൽ 13-ാം വയസ്സിലേക്ക് കടക്കുന്നതോടുകൂടി അവർ കണ്ണാടിന്റെ മുമ്പിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും, അല്ലേ? അത് പ്രത്യേകം ഓലെ വസ്ത്രത്തിന്റെ കാര്യത്തിലും മുടിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ, കണ്ണെഴുതാനും അത്തർ പൂശാനും മറ്റേനൊക്കെ വല്ലാത്ത ജാഗ്രത. അത് അല്ലാഹു തആല പ്രകൃതിപരമായി തരുന്ന സൗന്ദര്യബോധത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് കൂടിയാൽ അതിനെ എക്സിബിഷനലിസം എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രദർശന ത്വര ഒരു കുട്ടിക്കുണ്ടായാൽ അതൊരു മാനസിക വൈകൃതാണെന്ന്. ഇത് ഓവറായാൽ, അത് ഓവറാകുന്നതിന്റെ ലക്ഷണമാണ്. ഒന്ന്, തട്ടം തലയിലിട്ടാൽ തന്നെ എന്ത് ചെയ്യും, ചിലപ്പം അതൊരു 10 ഡിഗ്രി ഇങ്ങോട്ട് തെറ്റിച്ചിട്ട് മുടിന്റെ തല പുറത്ത് കാണുന്ന മാതിരിയായിട്ട്, എന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും, എൻ്റെ കുറെ താഴത്തെത്തിനല്ലോ എന്ന് ഇങ്ങനെ നോക്കും. കാരണം എന്താ? ഇതൊന്ന് ആളെ കാണും, ഇതിന്റെ വലിപ്പത്ര ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ആ തട്ടം തെറ്റിക്കണം. ഇനി ചില സ്ത്രീകൾ മക്കനിട്ടാൽ തന്നെ എന്ത് ചെയ്യും, ഇത് രണ്ടും ഒന്ന് പിടിച്ച് പെരടിക്കടുക്കും. 4 മാസം കാണേണ്ടവർക്ക് ആവശ്യമുണ്ട്, എവിടെ നോക്കിയാൽ അത് കൗത്ത് കാണാം. അതൊരു പ്രദർശന ത്വരന്റെ ഭാഗം. അവരെ ശരീരത്തിന്റെ തുടിപ്പൊക്കെ എത്ര ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇറുകിയ വസ്ത്രം ധരിക്കാൻ വല്ലാത്ത ആർത്തി ഉണ്ടെങ്കിൽ ഇതും അതിൻ്റെ ഒരു ലക്ഷണം. ഈ അസുഖം ബാധിച്ചാൽ, ഇത് കൂടിയാൽ, മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു വിദഗ്ധനായ പൂവാലന് ഈ സ്വഭാവമുള്ള കുട്ടികളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളച്ചെടുത്ത് വഴിതെറ്റിപ്പിക്കാൻ പറ്റും. അവരെ ഒറ്റക്ക് പുറത്തു വിടാൻ പോലും പാടില്ല എന്ന് പറയുന്നുണ്ട് അവര്. കാരണം ഈ കുട്ടി വഴിവെച്ചു, ഈ കുട്ടിക്ക് ഈ പക്വത എത്തിയിട്ടില്ല. പക്വത എത്തുന്നതിൻ്റെ മുമ്പ് ഈ സ്വഭാവം കൂടിയാൽ ആരുടെയും കൂടെ പോകാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ അത് അമിതമാകുമ്പോൾ അതിനെ നിയന്ത്രിക്കണം, ഓവറാകാൻ പാടില്ല. എന്നാൽ വൃത്തിയില്ലാതെ നടക്കാൻ സമ്മതിക്കുകയും ചെയ്യരുത്. വൃത്തി വേണം, എന്നാൽ ഈ പ്രദർശനത്വര ഓവറാകരുത്. ഓവറാകുന്നതോടുകൂടി നന്നായി പഠിച്ച കുട്ടി, 7ാം ക്ലാസ് വരെ റാങ്ക് വാങ്ങിയ കുട്ടികൾ എന്ത് ചെയ്യും, ഈ സ്വഭാവം വന്നാൽ 8ാം ക്ലാസ്സിൽ നേരെ താഴോട്ട് വരും. ആൺകുട്ടികളും അങ്ങനെ തന്നെ. ആൺകുട്ടികൾക്ക് പ്രദർശനത്വരയുടെ അടയാളാണ് അവർ കൂടുതലും മുടിമ്മലാണ് കളിക്കൽ. മുടി എന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കും. അത് ഞമ്മക്കിപ്പം വലിയ അത്ഭുതം തോന്നും. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, അല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തില് ഹിപ്പിയാണ് അന്നത്തെ ഫാഷൻ. ഈ ചെവിമൽക്ക് വെക്കലാണ് മുടി. അത് കുറച്ച് നീട്ടി മെല്ലെ ചെവിമൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കണ്ണാടി നോക്കൽ തന്നെ അന്നത്തൊക്കെ പണി. ഈ പന്തളിപാടത്തൊക്കെ പോകും, അവിടെയൊക്കെ ഓരോരുത്തർ എങ്ങനെയാണ് മുടി വളർത്തിയെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ ആക്കാൻ പറ്റുമോ നോക്കും. ഒരു ചീർപ്പെടുത്തിട്ട് ചുറ്റി അങ്ങനെ കളിച്ച് എല്ലാവർക്കും ഉണ്ടാ സ്വഭാവം. അത് ആ പ്രായത്തിന്റെ ഒരു പ്രത്യേകത. കൗമാരക്കാരുള്ള സ്ഥലത്ത് ഈ സ്കൂട്ടറൊന്നും നിർത്തിയിടാൻ പറ്റൂല. അവരെന്ത് ചെയ്യും, അവരെ പാകത്തിന് അതിൻ്റെ ആ കണ്ണാടി ഒന്ന് എടുത്ത് തിരിച്ചു, എന്നിട്ട് ഒരു വാരും ഓലാട് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് പോയി നോക്കുമ്പോൾ അത് വേറെ എടുക്കുക കാണുക. കാറും സ്കൂട്ടറും ഒക്കെ കണ്ടാൽ അയിമൽ ഇങ്ങനെ വാരുക, അയിമൽ നോക്കിയിട്ട് വാരുക. ഇതൊക്കെയാണ് പണി. അവരെ മറ്റൊരു ലക്ഷണം ഏതാണെന്നറിയാം, ഞങ്ങൾ ഈ ഇറക്കം കുറഞ്ഞ കൈയുള്ള കുപ്പായം ധരിക്കുക. കാരണം ഇപ്പം മസിലും ഈ നെഞ്ഞ് കൂടം കെട്ടിയൊക്കെ വരികയാണ്. ഇതൊക്കെ ഒന്ന് പെൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കുപ്പായത്തിന്റെ ഇറക്കം കുറക്കണം, കയ്യിന്റെ ഇറക്കം. എന്നിട്ട് സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഇരിക്കലെങ്ങനെ ഇങ്ങനെ ദമ്മിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം അവൻ്റെ മസിൽ ഓള് കാണട്ടെ എന്നാ പറ്റുമല്ലോ.
മറ്റോരും ഇങ്ങോട്ടും പ്രദർശിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രദർശനത്വര കൂടിയാൽ പാഠം ശ്രദ്ധിക്കൂല. അതാ തോറ്റുപോകാൻ കാരണം. ബല അങ്ങോട്ടും കാണിച്ചു കൊടുക്കും, ഓലും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പഠനത്തിൽ പിന്നോട്ട് പോകും. ഇത് കൂടിയാൽ അപകടം ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കണം. കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് മറ്റൊരു സവിശേഷ ഗുണമുള്ളതെന്താ? കമ്പനി കൂടാനുള്ള താല്പര്യമാണ്. മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാൻ താല്പര്യം. അതൊന്നും ഒരിക്കലും നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റിയ സംഗതിയല്ല. അതൊക്കെ പ്രകൃതിപരമായി അല്ലാഹു തആല നമ്മളെ മക്കളെ ഗുണത്തിന് വേണ്ടി തരുന്ന നന്മയാണ്. കാരണം നമ്മളൊരു സാമൂഹ്യ ജീവിയാ മനുഷ്യൻ. ആർക്കും ഒറ്റക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പൊ സമൂഹവുമായി നല്ല സൗഹൃദവും സ്നേഹബന്ധവും ഉള്ളവനെ പുരോഗതി ഉണ്ടാവുള്ളൂ. നന്നായി പഠിക്കണമെങ്കിൽ എന്ത് വേണം? നല്ലോണം പഠിക്കുന്ന കുട്ടികളായിട്ട് കമ്പനി കൂടണം, അല്ലേ? നല്ല ജോലി കിട്ടാൻ അതിന് പറ്റിയ ആൾക്കാരുമായിട്ട് നമ്മൾക്ക് കമ്പനി ഉണ്ടാവണം. നല്ല സ്വഭാവം ഉണ്ടാവാൻ നല്ല ആളുകളുമായിട്ട് നമ്മൾ കമ്പനി ചേരണം. നല്ല പെണ്ണ് കിട്ടാൻ, നല്ല വിസ കിട്ടാൻ, ഇതിനൊക്കെ എന്ത് കാരണമാണ്? നല്ല സൗഹൃദങ്ങൾ കാരണമാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ ഹബീബ് അത് വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് നമ്മൾ സൗഹൃദമുള്ളവരാവണം, ഒറ്റയാനാവരുത്. അൽ മുഅ്മിനു ഇൽഫും മഅ്ലൂഫ് വലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫു വലാ യുഅ്ലഫ്. യഥാർത്ഥ വിശ്വാസി മറ്റുള്ളവരോട് ഇണങ്ങാൻ നല്ല താല്പര്യമുള്ളവനായിരിക്കും. ഇങ്ങോട്ട് ആരെങ്കിലും ഇണങ്ങാൻ വന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കുന്നവനും അവനോട് നല്ല രീതിയിൽ തിരിച്ചു പെരുമാറുന്നവനുമാണ്. എന്നാൽ വലാ ഖൈറ, ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഫീമൻ ലാ യഅ്ലിഫു വലാ യുഅ്ലഫ്, ഒരാളോടും അങ്ങോട്ട് പോയി ഇണങ്ങൂല, ഇങ്ങോട്ട് ഇണങ്ങാൻ വന്നവന് മുഖം കൊടുക്കൂല. അന്തർമുഖനായി അകത്തേക്ക് വലിഞ്ഞു ഒറ്റയാനായി ജീവിക്കുന്ന മനുഷ്യന് സമൂഹത്തിന് ഒന്നും സംഭാവന ചെയ്യാൻ പറ്റൂല. സമൂഹത്തിന് നന്മ ചെയ്യാൻ ആർക്കേ പറ്റൂ? സമൂഹവുമായിട്ട് സമ്പർക്കവും സൗഹൃദവും ഒക്കെ ഉണ്ടാക്കണം. അപ്പൊ അതിനു വേണ്ടി അള്ളാഹു തരുന്ന ഒരു നന്മയാണ്, ഒരു മാനസിക ഗുണമാണ് ഈ സൗഹൃദത്തോടുള്ള താല്പര്യം. എന്നാൽ അള്ളാഹിന്റെ ഹബീബ് ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ നന്മക്കും ഉപയോഗിക്കാം, തിന്മക്കും ഉപയോഗിക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഏതൊരു മനുഷ്യനും തൻ്റെ കൂട്ടുകാരൻ്റെ സംസ്കാരത്തിലായിരിക്കും. ആരാണോ തൻ്റെ ആത്മമിത്രം, തൻ്റെ അടുത്ത സുഹൃത്ത്, അവൻ്റെ സംസ്കാരവും സ്വഭാവവും ഇവൻ ഉണ്ടാകും. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു, ആരോടാണ് നിങ്ങൾ കൂട്ടുചേരുന്നത് എന്ന് നന്നായി ശ്രദ്ധിച്ചോളണം. നിങ്ങളെ കൂട്ടുകാര് നന്മ ഉള്ളവരായിരിക്കണം. അതുകൊണ്ട് രക്ഷിതാക്കളാകുന്ന നമ്മൾ, കൗമാരപ്രായത്തിലെത്തിയ നമ്മളെ കുട്ടികളെ ആരോട് കൂട്ടുകൂടുന്നു എന്ന് ശ്രദ്ധിച്ച് നല്ലവരോട് നമ്മൾ അവരെ ചേർത്ത് കൊടുക്കണം. നമ്മളെ ഉസ്താദുമാര് SSF പോലുള്ള സംഘടന നമുക്ക് ഉണ്ടാക്കി തന്നത് എന്തിനാണ്? ഈ മക്കൾക്ക് വഴി പിഴച്ചു പോകാതിരിക്കാൻ, നല്ലവരോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള കൂട്ടായ്മയാണ്. ആ കൂട്ടത്തിൽ അവർ ചേർന്ന് നിന്നാൽ തീർച്ചയായും മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന ക്ലാസ്സുകളാണ് അവർക്ക് കൊടുക്കുന്നത്. അക്ഷരം പഠിപ്പിച്ച അധ്യാപകന്മാരെ ഗൗരവോ ചെയ്യരുത് എന്ന സന്ദേശമാണ് അവർക്ക് കൊടുക്കുന്നത്. അതേപോലെ വഴിതടഞ്ഞ് സമരം ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ആശയമാണ് അവർക്ക് കൈമാറുന്നത്. ഇങ്ങനെയുള്ള നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന നല്ല കൂട്ടായ്മയിലേക്ക് മക്കളെ ചേർത്ത് കൊടുക്കണം. അവർ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ നന്മയാണ് മക്കൾക്ക് നമ്മൾ നൽകേണ്ട പരിശീലനങ്ങൾ. അതേപോലെ തന്നെ നമ്മളെ കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ ഇടപെടൽ നടത്താൻ നമുക്ക് ആർജവമുണ്ടാകണം. അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ നേർമാർഗത്തിലേക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുത്ത് നമ്മൾ വഴി നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്കുള്ള മക്കളാക്കി, മഹബത്തുള്ള മക്കളാക്കി നമ്മൾ അവരെ വാർത്തെടുക്കണം. അതിന് ഏറ്റവും നല്ലതെന്താണ്? ആ കുട്ടികൾ നന്നാവാൻ മാതാപിതാക്കളാകുന്ന നമ്മുടെ നല്ല മാതൃകയാണ്. നമ്മുടെ നല്ല മാതൃകകൾ. ഉമ്മയും ബാപ്പയും പരസ്പരം കൊമ്പ് കോർത്താൽ, ചെറിയ ചെറിയ വിഷയത്തിനൊക്കെ ഏറ്റുമുട്ടിയാൽ, സംഘട്ടനത്തിൽ ഏർപ്പെട്ടാൽ ആ കുടുംബം എപ്പോഴും വഴിപേച്ചു പോകും. ഉമ്മയും ബാപ്പയുടെയും സ്നേഹമാണ് ഒരു കുടുംബത്തിന്റെ നന്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മളെപ്പോഴും ആരെ ഫോളോ ചെയ്യുക? നമ്മൾ കേട്ട വയലിനെയല്ല,
വേറെ എവിടെന്നെങ്കിലും വായിച്ചതല്ല. നമ്മളെ ജീവിതത്തിന്റെ അനുഭവമാണ് നമ്മളൊക്കെ അനുകരിക്കുക. അതുകൊണ്ട് ഉമ്മയും ബാപ്പയും കുട്ടികളെ മുമ്പിൽ എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ചിരിക്കും ആ കുടുംബം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്തുൽ മുഈനിൽ പറയുന്നുണ്ട്, നിങ്ങള് ഇണകളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സ്നേഹിക്കുന്ന കുടുംബത്തിൽ നിന്ന് എന്ത് വേണം? നിങ്ങൾ ഇണകളെ തെരഞ്ഞെടുക്കണം. അതിപ്പോ എങ്ങനെ തെരഞ്ഞെടുക്ക? ഒരു 2 കൊല്ലം സ്നേഹിച്ചു നോക്കുക എന്നിട്ട് കെട്ടുക, അങ്ങനെ അതല്ല. സ്നേഹമുള്ള കുടുംബമാണോ എന്ന് നോക്കേണ്ടത് ഉമ്മന്റെയും ബാപ്പന്റെയും സ്വഭാവം എന്താന്നാ നോക്കണം. അത് ഉമ്മ ആഴ്ചയിൽ 2 ദിവസം തെറ്റിപ്പോവും, പിന്നെ ഇവിടെ തിരിച്ചു വരും. അങ്ങനത്തെ അമ്മേ എന്നാ പിന്നെ നിങ്ങൾ കെട്ടാൻ പോണ ആഴ്ചയിൽ 4 ദിവസം തെറ്റിപ്പോവും, അത്രേ ഉണ്ടാവുള്ളൂ. അതിലേറെ മെച്ചതുണ്ടാവില്ല. അവരുടെ ഇണക്കവും പൊരുത്തും എങ്ങനെ ഉണ്ടോ അതിനനുസരിച്ചാണ് മക്കളിൽ നന്മ ഉണ്ടാകുക. അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ കുടുംബ ബന്ധത്തെ അറ്റുപോകാതെ അതിൻ്റെ നന്മകളൊക്കെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം. നോക്ക്, നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഇന്ന സ്വദഖത വസിലത്തുർ റഹ്മി. 2 നന്മകൾ, ഒന്ന് ദാനധർമ്മങ്ങൾ കൊടുക്കുക എന്നതാണ്, രണ്ടാമത്തത് കുടുംബ ബന്ധത്തെ നന്നായി ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതും. യസീദു ബിഹിമാ ഫിൽ ഉംരി. അത് 2 കൊണ്ടും നമ്മുടെ ആയുസ് വർദ്ധിക്കും. സ്വതക്ക ചെയ്താലും കുടുംബ ബന്ധത്തെ പൊട്ടലില്ലാതെ ചീറ്റലില്ലാതെ കൊണ്ടുപോയാലും അല്ലാഹ് ദുനിയാവ് നമുക്ക് തരുന്ന ഒരു നന്മ ആയുസ്സിനെ നീട്ടിത്തരും. വയദ്ഫഉ ബിഹിമാ മീതത്തസൂ. രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയോ? ദുർമരണത്തെ തൊട്ട് അല്ലാഹു കാവല് തരും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. മോശപ്പെട്ട സ്ഥലത്ത് വെച്ച് ഈമാൻ ഊരപ്പെട്ടവനായി മരിക്കുക എന്നത് എത്ര കഷ്ടത്തരമാണ്. അതില്ലാതെ നല്ല മരണം കിട്ടണമെങ്കിൽ അല്ലാഹു തന്ന സമ്പത്ത് ദാനം ചെയ്യുകയും കുടുംബത്തിൽ വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ അവരെ നയിക്കുകയും ചെയ്യണം. അതോടൊപ്പം മൂന്നാമത് വയുദ്ഫഉ ബിഹിമാ അൽ മക്റൂഹ് വൽ മഹ്ദൂർ. നമ്മൾ വെറുക്കുന്ന ഭയപ്പെടുന്ന മാരകമായ അപകടങ്ങളെ തൊട്ട് അല്ലാഹു ഇത് കാരണമായി രക്ഷപ്പെടുത്തി തരും. ആ വലിയ ഗുണമുള്ള സംഗതിയാണ് കുടുംബബന്ധം പുലർത്തുക. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അസരിഹി. ആർക്കെങ്കിലും തൻ്റെ സാമ്പത്തിക രംഗം വികസിക്കണമെന്ന പൂതിയുണ്ടോ? സാമ്പത്തികമായി പുരോഗതി വേണമെന്ന ആഗ്രഹമുണ്ടോ? വയുൻസ ലഹു ഫീ അസരിഹി. ആയുസ് നീണ്ടു കിട്ടണമെന്ന പൂതിയുണ്ടോ? ഇത് 2 നേടാം. ഫല്യസിൽ റഹ്മഹു. കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചേക്ക്. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമല്ല, ജ്യേഷ്ഠാഞ്ചന്മാരുമായിട്ടോ അമ്മാവന്മാരുമായിട്ടോ അമ്മായിമ്മയും മരോളുമായിട്ടോ അമ്മോശനും മരുമകനുമായിട്ടോ കുടുംബത്തിൽ അകന്നതോ അടുത്തതോ ആയി നമ്മൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് മുൻകൈയെടുത്ത് ആ പിണങ്ങി നിൽക്കുന്നവരെ വിളക്കി ചേർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു തരുന്നത് 2 നേട്ടം. ഒന്ന് ദുനിയാവിലത്തെ 2 നേട്ടം, ദീർഘായുസ്സും സാമ്പത്തിക പുരോഗതി. കുടുംബങ്ങളുമായി പിണങ്ങി നിൽക്കുന്നവൻ ഏത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടും കാര്യമല്ല. പാമ്പും കോണിയും കളിച്ച മാതിരി പൊന്തിങ്ങട് വീണാണ്, അത് പൊളിഞ്ഞു പോകും. കുടുംബബന്ധം പുലർത്താത്തവന്റെ സാമ്പത്തിക രംഗം അത് ബർക്കത്തുണ്ടാവൂല. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്ന അമാല ബനി ആദമ തുറലു കുല്ല ഖമീസ് ലൈലത്തുൽ ജുമുഅ. ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാവിന്, വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച രാവിൽ ഓരോ മനുഷ്യന്റെയും ഇബാദത്തുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഫലാ യഖ്ബലു അമല ഖാത്തി റഹിമിൻ. അന്ന് കുടുംബ ബന്ധം മുറിച്ചവന്റെ അമലിനെ അല്ലാഹു സ്വീകരിക്കൂല. ഏതെങ്കിലും കുടുംബാംഗവുമായി പിണങ്ങി നിൽക്കുന്നവന്റെ അമൽ അവിടെ കിടക്കും. അവൻ എന്താകുന്നു എന്ന് നോക്കട്ടെ.
അവൻ മരിച്ചു പോകുന്നതിൻ്റെ ഇടക്ക് ആ ബന്ധം വിളക്കി ചേർത്തിട്ടില്ലെങ്കിൽ അവൻ്റെ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യൂല. എപ്പോഴാണ് നമ്മളെ മരണം തേടി വരിക നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, എന്നിട്ടൊക്കെ നന്നാവണതിനെ കുറിച്ച് ചിന്തിക്കാന്ന് പറയണ്ട. വമൻ നസലത് ബിസാഹത്തിഹിൽ മനായാ വലാ അർളുൻ തഖീഹി വലാ സമാഉ. ഒരാളെ വീട്ടുമുറ്റത്തേക്ക് മരണദൂതൻ കയറി വന്നാൽ മരണദൂതിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ആകാശവാസികൾക്ക് കഴിയില്ല, ഭൂവാസികൾക്കും സാധ്യമല്ല, കീഴടങ്ങിയേ പറ്റൂ. അതെപ്പോഴാണ്, എവിടെ വെച്ചാണ് നമുക്ക് അല്ലാഹ് അറിവ് തന്നിട്ടില്ല. അങ്ങനെയുള്ള മരണമാണ്. അതുകൊണ്ട് ഏത് നിമിഷവും എൻ്റെ അമല് വെറുതെ ആയി പോകരുതെന്ന് പൂതിയുണ്ടെങ്കിൽ ആ ഭിന്നിച്ചു നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന കുടുംബവുമായി യോജിക്കാനുള്ള തീരുമാനം ഈ മജ്‌ലിസിൽ വെച്ച് നിങ്ങൾ മനസ്സുകൊണ്ടെടുത്താൽ ഈ നമ്മളെ ഒരുമിച്ച് കൂടൽ സാർത്ഥകമായി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെയും നബി തങ്ങൾ പറഞ്ഞു, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹി ഖാതിഉർ റഹിം. കുടുംബ ബന്ധം മുറിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങൂല. നോക്കൂ നിങ്ങൾ, നമ്മൾ കാരണമായിട്ട് നമുക്ക് മാത്രമല്ല നന്മ നഷ്ടപ്പെടുന്നത്, നമ്മളെ സാന്നിധ്യമുള്ള മജ്‌ലിസിന് പോലും ആ നന്മ നഷ്ടപ്പെട്ടു പോകുന്ന ദുർഗതിയാണ്. അതിനാൽ കുടുംബ ബന്ധങ്ങളെ നമ്മൾ വളരെ പെട്ടെന്ന് വിളക്കി ചേർക്കണം. മറ്റൊരു ഹദീസിൽ ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, വാസ്റഉ ശർരി ഉഖൂബാ അൽ ബഗ്യു വഖതിഅത്തുർ റഹ്മി. നമ്മളൊരു കുറ്റം ചെയ്താൽ അതിൻ്റെ ശിക്ഷ ആഖിറത്തിലാണ് അല്ലാഹു തആല സാധാരണ കൊടുക്കുക. എന്നാൽ ദുനിയാവിൽ തന്നെ അതിൻ്റെ ശിക്ഷ കൊടുത്തേക്കാവുന്ന രണ്ട് തിന്മകളുണ്ട്. അതിലൊന്ന് അൽ ബഗ്യു, അത് അക്രമമാണ്. നിരപരാധികളായ ആളുകളെ നമ്മൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ നമുക്കതിന് പകരം തരും. നമുക്കുള്ള പ്രതീക്ഷ അതാണ്. അത് ഫലസ്തീനിന്റെ മണ്ണിലെ പാവപ്പെട്ട ജനങ്ങളെ ആണെങ്കിലും അർഹമുർ റാഹിമീനായ റബ്ബ് ഒരു ചൂണ്ടയിട്ടതുപോലെയാണ് അതൊക്കെ. അവൻ ലേശം അയച്ചിട്ട് കൊടുക്കുകയാണ്. ഏത് അക്രമകാരിയെയും അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല. ഫറോവയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. 40 കൊല്ലത്തോളം അല്ലാഹു തആല കയറൂരി വിട്ടില്ലേ? ആ കാലഘട്ടത്തിലെല്ലാം മൂസാ നബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും അതിശക്തമായി ഭരണകൂട ഭീകരത കൊണ്ട് ആക്രമിച്ചില്ലേ? ആ കിങ്കരനെ പിന്നീട് അല്ലാഹു പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഏത് ഭീകരന്മാരാണെങ്കിലും ഇതൊക്കെ പടച്ചവന്റെ പരിധിയിൽ നിന്ന് പുറത്തല്ല. അവനാണ് അധികാരങ്ങൾ ഓരോരുത്തരെ കൈകളിലേക്ക് കൊടുക്കുന്നത്. അവന് അവൻ്റെതായ ഹിക്മത്തുകൾ ഉണ്ടാകും, അതവൻ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് അക്രമകാരികളുടെ ശിക്ഷ അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കും. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് വഖതിഅത്തുർ റഹ്മി, കുടുംബബന്ധം മുറിച്ചവന്റെ ശിക്ഷയും അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കും. അതിനാൽ നല്ല സൗഹൃദവും സ്നേഹവും കളിയാടുന്ന, പരസ്പര ബഹുമാനമുള്ള, എല്ലാ നന്മകളും പങ്കുവെക്കുന്ന നല്ല കുടുംബങ്ങളായി നമ്മൾ മാറണം. അള്ളാഹിന്റെ ഹബീബ് നമുക്ക് തരുന്ന പല പാഠങ്ങളിൽ ഒന്ന് മാത്രമാണത്. അവിടുന്ന് പറഞ്ഞു, ഖിയാറുക്കും ലിഅഹ്ലീക്കും, നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമന്മാർ സ്വന്തം കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വാന ഖിയാറുക്കും ലിഅഹ്ലീ, നിങ്ങളെ കൂട്ടത്തിൽ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് ഞാൻ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ആധികാരികമായി പറയാൻ അർഹതയുള്ള നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ കുടുംബം അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒരാളും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ആ കുടുംബത്തോട് സ്നേഹത്തോടെ പെരുമാറി എല്ലാവരുമായി ഹൃദ്യമായി ഇടപെട്ട് ആ സന്തോഷത്തോടെ നമുക്ക് ജീവിച്ചു മരിക്കണം. മുത്തുനബിയോടുള്ള മഹബത്തും ഇഷ്കും അവിടുത്തെ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന സ്വഭാവവും നമ്മളെ കുടുംബത്തിൽ നിലനിൽക്കണം. അതിന് സ്വലാത്ത് കാരണമാകണം. അർഹമുർ റഹീമീനായ റബ്ബ് ഈ പരിപാടിയുടെ ബർക്കത്ത് കൊണ്ട് ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ